ഹലോ, ഞാൻ രാഷ്ട്രീയത്തിൽ പലപ്പോഴും പത്രസമ്മേളനം നടത്താറുണ്ട്. പക്ഷേ ഇതുപോലൊരു പത്രസമ്മേളനം എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമത്തെ അനുഭവമാണ്. മാത്രവുമല്ല, എത്രത്തോളം ഈ സിനിമയെക്കുറിച്ച് ആകാംക്ഷയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പ്രസ് കോൺഫറൻസ് വഴി ബോധ്യപ്പെടുന്നത്. ഒരു കാര്യം എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏതൊക്കെ നിലയിലാണ് ഈ സിനിമയെ വീക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഹൈപ്പുണ്ട്, എല്ലാ കാര്യങ്ങളും വലിയ എക്സ്പെക്ടേഷൻ ഉണ്ട്. പക്ഷേ ഇതിന്റെ ഭാഗമാകാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഒരു പ്രതിഭയും പ്രതിഭാസവും ഒത്തുകൂടുന്ന ഈ സംരംഭത്തിന് അതിൻ്റെതായിട്ടുള്ള യുണീക്നെസ് ഉണ്ട്, അതിൻ്റെ ഒരു യൂണിവേഴ്സ് ഉണ്ട്. ഇത് മോഹൻലാലിന്റെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള തിയേറ്ററിൽ നിർബന്ധമായി കാണേണ്ട ഒരു ഫാമിലി ഓഡിയൻസിനടക്കം പെർഫോമൻസ് ആസ്വദിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ലിജോയുടെ ഒരു സിനിമയാണ്. അതിന്റെ പ്രത്യേക വിശദാംശങ്ങൾ ഇവരുള്ള എല്ലാവരും പറയും. എനിക്ക് വീണ്ടും അടിവര ഇടാനുള്ളത് മലയാളം സിനിമയിൽ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത നിലയിലേക്ക് തിയേറ്ററിൽ പോയി കാണുന്ന ഒരു എക്സ്പീരിയൻസ്, അപൂർവമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന ഈ ചിത്രത്തിന്റെ കഥ റഫീഖ് സർ ആണ് രചിച്ചിരിക്കുന്നത്. സോ അദ്ദേഹത്തോട് സംസാരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളും എല്ലാവരും ഈ മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിൻ്റെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി സഹകരിക്കണം. എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഉണ്ടാവണം. എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മളൊരു വിൻറ്റേജ് ബ്യൂട്ടി മലയാളത്തിന് സമ്മാനിക്കാൻ പോകുന്ന ഒരു ചിത്രമായിരിക്കും ഇത്. ഇത് മലയാളത്തിൻ്റെ സിനിമയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നൊരു സിനിമയായിരിക്കും. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അവസരവും സ്ക്രീനിൽ മാത്രം പരിചയിച്ചിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ആക്ടേഴ്സിൽ ഒരു വലിയ നടൻ്റെ അടുത്ത് നിന്ന് കാണാനും പരിചയപ്പെടാനും അതായത് ഒരു സിനിമയിൽ സഹകരിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. ലിജോ ആയിട്ട് എൻ്റെ ഒരു മൂന്നാമത്തെ സിനിമയാണിത്. ഈ സിനിമ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതാണ്. അദ്ദേഹമായിട്ട് ഞാൻ എൻ്റെ ഭാഷ ആയിട്ട് അദ്ദേഹമായിട്ട് സഹകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ എൻ്റെ മെറ്റീരിയലും ലാംഗ്വേജാണ്. അദ്ദേഹത്തിന് വേണ്ട ഒരു സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് സഹകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ അർത്ഥത്തിലും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു സിനിമയായിട്ട് മലൈക്കോട്ടെ വാലിബൻ മാറും. സ്നേഹം. താങ്ക് യു സോ മച്ച്. ഈ ചിത്രങ്ങളുടെ എല്ലാ വിശേഷങ്ങളും തന്നെ ഏറ്റവും സ്നേഹത്തോടു കൂടി സോഷ്യൽ മീഡിയയിൽ. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.